ഇന്ന് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നേ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാരണം ഇന്ന് അത്തപ്പൂ ഇടേണ്ടതുണ്ട്. കൃത്യം എട്ടരയ്ക്ക് തന്നെ ഞങ്ങൾ അത്തപ്പൂ ഇടാൻ തുടങ്ങി. ചെറിയ അത്തപ്പൂ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇട്ട് തീർത്തു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത്തപ്പൂ വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പ്രോഗ്രാം തുടങ്ങാൻ സമയമായതുകൊണ്ട് എല്ലാവരും അകത്ത് കയറി. ജിറ്റിയാണ് പ്രോഗ്രാം ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പഴയ ഇലക്ട്രീഷ്യൻ ആണെന്നും പറഞ്ഞ് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സുബീഷ് ഒരു മൂലയ്ക്ക് തന്നെ കയറി. സാറിന്റെ സ്പീച്ചോട് കൂടി പരിപാടി ആരംഭിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ സെൻട്രൽ കോർട്ട്യാർഡിലേക്ക് പോയി. കാരണം ഹോസ്പിറ്റലിന്റെ മെയിൻ പ്രോഗ്രാം നടക്കുന്നത് അവിടെയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അവിടുത്തെ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് കഫേയിലേക്ക് കയറി. ഇത്രയും വലിയ അത്തപ്പൂ ഇത്ര മനോഹരമായിട്ട് ഒരുക്കിയതിൽ നല്ല അധ്വാനമുണ്ട്. ചൂടായതിനാൽ ഫാനുള്ള സ്ഥലത്തേക്ക് മാറി ഒതുങ്ങിയിരുന്നു. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആഘോഷം അച്ഛൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ചേർന്ന് ഒരു മാഗസിൻ തയ്യാറാക്കിയിരുന്നു. അതിന്റെ പ്രകാശനവും അതിന്റെ കൂട്ടത്തിൽ തന്നെ നടന്നു. അതിൽ ഞാനും ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിയുമ്പോൾ ഫ്രഷ്നെസ് ഒക്കെ അങ്ങ് പോകും. അതുകൊണ്ട് രാവിലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ അങ്ങ് എടുത്തു. അപ്പോഴത്തെ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റുകാർ അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കപ്പ് വാങ്ങി നമ്മളും കുടിച്ചു. അങ്ങനെ വീണ്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമിലേക്ക് കടന്നു. 2 ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്നു മത്സരങ്ങളൊക്കെ. ഏകദേശം 150ഓളം ഗസ്റ്റുകൾ സദ്യക്കുണ്ടായിരുന്നു. ഏറ്റവും അവസാനമാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. ഉച്ച കഴിഞ്ഞ് നമ്മുടെ ഗെയിംസ് ഒക്കെ വീണ്ടും തുടങ്ങി. കസേരകളി ഒരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ശക്തരായ എതിരാളികളായിരുന്നു അവസാന റൗണ്ട് വരെ. എല്ലാ ഗെയിംസിലും പിള്ളേർ തന്നെയാണ് സ്കോർ ചെയ്തത്. അറ്റൻഷൻ മൊത്തം അവരുടെ മേലായിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാം കാണാൻ പോയി. എല്ലാവരും നല്ല വൈബിലാണ്. ഡെയിലി ഉള്ള ചായയും കുടിച്ച് പെട്രോൾ കുടിച്ച് നേരെ വീട്ടിലേക്ക്.